ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലാബ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ്. അതായത് നമ്മുടെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഫീറ്റ് ലെങ്തും 30 ഫീറ്റ് ബ്രെഡ്ത്തും അതേപോലെ തന്നെ 6 ഇഞ്ച് തിക്നെസ്സും ഉള്ളൊരു സ്ലാബിൻ്റെ കേസാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 0.5 ഫീറ്റ് ആയിരിക്കും. അപ്പം ഇതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫോർ PCC വർക്ക്, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വർക്കിന് നമ്മൾ ജനറലായിട്ട് എടുക്കുന്ന ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M15 ആയിരിക്കും. M എന്ന് പറയുന്നത് മിക്സ് ആണ്, 15 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, അതായത് 15 Nm/mm². അപ്പോൾ നമുക്കറിയാം റേഷ്യോ ഓഫ് സിമെൻറ്റ്സ് ആൻഡ് അഗ്രിഗേറ്റ് M50 ഗ്രേഡ് കോൺക്രീറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:4 ആണ്. 1:2:4 എന്ന് പറയുമ്പം 1 പാർട്ട് ഓഫ് സിമെൻറ്റ്, 2 പാർട്ട് ഓഫ് സാൻഡ് ആൻഡ് 4 പാർട്ട് ഓഫ് അഗ്രിഗേറ്റ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് വോളിയം കണ്ടുപിടിക്കാം. ആദ്യം ടോട്ടൽ വോളിയം ഓഫ് സ്ലാബ്. ടോട്ടൽ വോളിയം ഓഫ് സ്ലാബ് എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് 450 ക്യൂബിക് ഫീറ്റ് എന്ന് കിട്ടും. ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ വെറ്റ് വോളിയമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഡ്രൈ വോളിയമാണ്. ഡ്രൈ വോളിയവും വെറ്റ് വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡ്രൈ വോളിയം ഈസ് ഈക്വൽ ടു വെറ്റ് വോളിയം ഇൻറ്റു 1.54 ആണ്. ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് 693 ക്യൂബിക് ഫീറ്റ് എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ വോളിയവും കണ്ടുപിടിച്ചു. ഇനി അടുത്താണ് വോളിയം ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ വോളിയം എങ്ങനെയാണ് വോളിയം ഓഫ് സിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വോളിയം ഓഫ് സിമെൻറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് സിമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു ഡ്രൈ വോളിയം ഓഫ് സ്ലാബ്. റേഷ്യോ ഓഫ് സിമെൻറ്റ് എത്രയാണ്? 1. അതെങ്ങനെയാണ് കിട്ടിയത്? 1:2:4 എന്നല്ലേ സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ് എന്നുള്ള രീതിയിൽ. അപ്പം സിമെൻറ്റ് 1, ടോട്ടൽ എന്തുവാ? 1 + 2 + 4, അതായത് 7. 7ൽ ഒരു പാർട്ടാണ് സിമെൻറ്റ്, അതായത് അങ്ങനെയാണ് ഇവിടെ 1/7 വന്നത്. 1/7 ഇൻറ്റു 693, അപ്പം 99 ക്യൂബിക് ഫീറ്റ് എന്ന് കിട്ടും. അപ്പം നമുക്ക് സിമെൻറ്റിൻ്റെ വോളിയവും കിട്ടി. ഇനി നമുക്ക് എത്ര സിമെൻറ്റ് ബാഗ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് സിമെൻറ്റ് ബാഗ് കണ്ടുപിടിക്കാനായിട്ട് സിമെൻറ്റിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ഒരു ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ വോളിയം. 1 ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1.25 ക്യൂബിക് ഫീറ്റ് ആണ്. അപ്പം നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ സിമെൻറ്റ് ബാഗിൻ്റെ നമ്പർ 79.2 എന്ന് വരും. അതായത് അപ്രോക്സിമേറ്റ് 80 ബാഗ് ഓഫ് സിമെൻറ്റ് കിട്ടി. ഇനി അടുത്തതെന്ന് പറയുന്നത് വോളിയം ഓഫ് സാൻഡ് ആണ്. അതായത് വോളിയം ഓഫ് സാൻഡ് എന്ന് പറയുന്നതും റേഷ്യോ ഓഫ് സാൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു ഡ്രൈ വോളിയം. റേഷ്യോ ഓഫ് സാൻഡ് എത്രയാണ്? 2 അല്ലേ? 2 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 693, അപ്പം 198 ക്യൂബിക് ഫീറ്റ് എന്ന് കിട്ടും. അപ്പം സാൻഡിൻ്റെ വോളിയവുമായി. നെക്സ്റ്റ് പാർട്ട് വോളിയം ഓഫ് അഗ്രിഗേറ്റ് ആണ്. വോളിയം ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് അഗ്രിഗേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു ഡ്രൈ വോളിയം. റേഷ്യോ ഓഫ് അഗ്രിഗേറ്റ് എന്താ? 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ 7 ഇൻറ്റു 693, അപ്പം നമുക്ക് 396 ക്യൂബിക് ഫീറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു PCC വർക്കിൻ്റെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടത്. അതായത് സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഏത് വന്നാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.